വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റമദാൻ മൂന്നാമത്തെ ദിവസമാണ്, നോമ്പ് മൂന്നാമത്തെ ദിവസമാണ്. എല്ലാവരും നോമ്പ് അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയാണ്. ഇപ്പൊ ഏകദേശം 4:45 ആയി ഉണ്ടാവും. നമ്മളൊരു നോമ്പ് തുറക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ വക ഒരു ചിക്കൻ കറിയാണ്, 3 ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ നോമ്പിനൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാനും ഇപ്പം ആൾക്കാർ കുറഞ്ഞു. ഞാനും ഉമ്മച്ചും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, നമുക്ക് മൂന്നാൾക്കും മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി റെഡിയൊക്കെ ആക്കി നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്താൽ മതി. അപ്പം ലെറ്റ്സ് ഗോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ദിവസമായി, ഇടാൻ മടിയായതുകൊണ്ടല്ല. എക്സാമാണ്, എല്ലാവർക്കും അറിയാം എക്സാമൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഭയങ്കര ടഫൊക്കെ ആയിരുന്നു കഴിഞ്ഞ എക്സാംസൊക്കെ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഗാലറി തന്നെ വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് ലീവ് ഉണ്ട്, എക്സാമിനേക്ക് ലീവ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാൻ ഞാൻ വെളിച്ചെണ്ണ പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി അവിടെ ഉള്ളിയിൽ മുട്ടയൊക്കെ ഇട്ടുള്ള പൊരി ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളി കുറച്ച്, ഏതളവൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്, ഉള്ളി കുറച്ച് ഞാൻ ഇട്ടിട്ട്. ഈ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഷെമീസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനൽ നോക്കിയിട്ടാട്ടോ, യൂട്യൂബിൽ. ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് വാടിയിട്ട് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി, മുളക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിസ്കിറ്റ് വെല്ലേ. ഇത് അളവൊക്കെ എന്നോട് ചോദിക്കരുത് പറഞ്ഞത് എനിക്കറിയാം കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളി എടുത്ത് എത്ര ഉള്ളിയെന്ന് നോക്കൊന്നുമില്ല. ഞാൻ നമുക്ക് വേണ്ട കുറച്ച് ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണ്. പിന്നെ അവന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായും, അതെടുത്തിട്ട് കുറച്ചിട്ട് എന്നിട്ട് നല്ലോണം പിന്നെയും മിസ്കിറ്റ് വെല്ലേ. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ അളവൊന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് ഷെമീസ് കിച്ചണിൽ പോയി നോക്കിയാൽ അറിയാം. ഞാൻ അളവ് അങ്ങനെ നോക്കിയൊന്നും ഇടുന്നില്ല, അനങ്ങടി തന്നെയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടേണ്ടത്. പൊടികളൊക്കെ ഇട്ടിട്ട് പച്ചമണമൊക്കെ മാറുന്നതിനാണ് നമ്മളിനി ചിക്കനൊക്കെ കഴിക്കേണ്ടത്. മല്ലിപ്പൊടി ഇട്ട്, പിന്നെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് ഇടുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കേട്ടോ, പെരിഞ്ചീരകം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി കാശ്മീരി ഇടുക, മറ്റേതും ഇടുക. ഞാൻ രണ്ടും ഇട്ടിക്ക് കുറച്ച് കളറൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് ഉപ്പും കുരുമുളകും മുളകും പൊടിയൊക്കെ ഇട്ട് പെരക്കി വെച്ചാൽ 10 മിനിറ്റ് ആക്കി വെച്ച ചിക്കന് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിസ്കിറ്റ് വില. എനിക്ക് മിസ്കിറ്റ് വില ആക്കാത്തതിനെ കൊണ്ട് ചട്ടിയൊക്കെ ഇളകി ഇങ്ങോട്ടോ തെറിച്ച് പോവുക. അതുകൊണ്ട് ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് ഇളക്കിപ്പിച്ചു. ഉമ്മച്ചി പിന്നെ നല്ല ഉഷാറിൽ ഇങ്ങനെ ഇളക്കി ആക്കി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കന് വെള്ളം വരുന്നതാണ് ഓല് പറഞ്ഞത്, ഷെമീസ് കിച്ചണുള്ളവർ പറഞ്ഞത് അങ്ങനെയാണ്, ചിക്കന് പകുതി വെള്ളം വരുന്നു. പിന്നെ നമ്മൾ മൂടി വെക്കുന്ന നേരം ആ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില രണ്ടോ മൂന്നോ ഏതാളും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് 15 മിനിറ്റോളം വെക്കണം. മൂടി വെച്ചിട്ട് 15 മിനിറ്റോളം വെക്കണം. അത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ 15 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെയും മൂടി വെച്ച് പിന്നെയും അങ്ങനെ തന്നെ വെക്കണം. ഞാൻ 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എത്ര അളവിലാണോ അത് വേണ്ടത്, നല്ലോണം ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വെള്ളം അതേപോലെ തന്നെ പതപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി നിസ്കരിച്ച്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ പോയി നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക ചെയ്തത്. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ LKG UKG പഠിക്കുന്ന ഫോട്ടോ കണ്ട് ആ മുഖവും വീർപ്പിച്ച് 2 കൊമ്പും കെട്ടിക്കുന്ന കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ചോറുണ്ണാൻ പോയിട്ട് ചോറുണ്ണുന്നതിൻ്റെ ആർത്തി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അന്നേരം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ വീഡിയോ. ചിക്കൻ കറി അടിപൊളിയായിരുന്നു. എനിക്ക് വേറെ ടേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിയില്ല. എഞ്ചമ്മ ഉണ്ടാക്കുന്ന അതേ ചിക്കൻ കറി എന്നെങ്കിൽ തോന്നിയുള്ളൂ. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഗൈസ് ബൈ, അസ്സലാമു അലൈക്കും.